സോ ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ക്വിക്കായിട്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കാനുള്ള കാരണം നമ്മൾ 6 മന്ത്സിന്റെ പ്രിപ്പറേഷൻ ഇപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആക്ച്വലി എക്സാക്ട്ലി 6 മന്ത്സ് ഉണ്ടോയെന്ന് പറഞ്ഞൂടാ. ഇനി ജൂലൈ 7th വരുന്ന നീറ്റ് പി ജി എക്സാമിനുള്ള പ്രിപ്പറേഷൻ. ഈ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ഒന്ന് ന്യൂലി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ആളുകൾ. വേണമെങ്കിൽ ഡിസംബറിൽ പ്രിപ്പറേഷൻ തുടങ്ങിയ ആളുകൾ, നവംബറിൽ പ്രിപ്പറേഷൻ തുടങ്ങിയ ആളുകളൊക്കെ ന്യൂലി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ആളുകൾ. അതിപ്പോൾ ജാനുവരി 23 ഫേസ് ടു ഫേസ് ക്ലാസ് നമുക്ക് തുടങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാണ്. ഞാൻ ആദ്യം ഷെയർ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ അതായിരുന്നു. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ഫൈനൽ കോൾ ഫോർ ഓൾ നീറ്റ് പി ജി ആസ്പിറൻസ്. നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മോർ ദാൻ നമ്മുടെ കോഴ്സിന് ഇവിടെ ജോയിൻ ചെയ്യുന്ന ഇവിടെ കുറച്ച് ആളാണെന്നുള്ളതിന്റെ മോർ ദാൻ പറയാനുള്ളത്, കിട്ടിയ ആളുകൾ എന്ന നിലക്കൊക്കെ അല്ലെങ്കിൽ ഒരു കോഴ്സിലേക്ക് എത്തിയ അല്ലെങ്കിൽ പി ജി ജോയിൻ ചെയ്ത ആളുകൾക്ക് നിലക്ക് അവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ഉണ്ട്. ഈ 6 മന്ത്സ് കൊണ്ട് ഇത് പോസിബിൾ ആണ്, റിയലി പോസിബിൾ ആണ്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ്. ഈ സമയത്ത് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് പോലും ഇതിലുണ്ട്. മോർ ദാൻ 6 മന്ത്സ് ഇരിക്കുക എന്നുള്ളതാണ് ആൾവേസ് ഡിഫിക്കൽട്ട്. സോ ഈ ലിമിറ്റഡ് പീരീഡിൽ ഇരിക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടൈമാണ്. അത് തന്നെ ആപ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിലിരിക്കുക എന്നുള്ളത്, സോ ഇറ്റ്സ് എ ലാസ്റ്റ് കോൾ ഫോർ നീറ്റ് പി ജി ആസ്പിറൻസ്. അപ്പോൾ അടിപൊളിയായിട്ട് ഇരിക്കുക, ഈ സമയം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. ഒരു കൺഫ്യൂഷനും ഇല്ല പുതിയതായി സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക്. ഇതിപ്പോ നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് ക്ലാസ്സിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഫേസ് ടു ഫേസ് ക്ലാസ് മാത്രമല്ല, നമുക്ക് DBMC ലൈവിൽ വരുന്ന ക്ലാസ്സും ഇപ്പൊ 6 മന്ത്സിന്റെ ക്ലാസ്സും 27th സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 27th അവർക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പുതിയതായിട്ട് ജൂലൈ 7th വേണ്ടി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്. ആ പുതിയത് എന്നുള്ളത് ഇൻ ദ സെൻസ് നിങ്ങൾ കുറച്ച് മുന്നേ ഒരു 1 or 2 months മുന്നേ സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ ഇപ്പൊ ബിഗിൻ ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിൽ, ചില ആളുകൾ ഇപ്പൊ ഡ്യൂട്ടി കയറിയതായിരിക്കും, അവർ തിരിച്ചു വന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആര് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ എങ്ങനെ പോകുന്നതാണ് ഈക്വൽ ആണ്. പ്രൊവൈഡഡ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ആൻഡ് ആഫ്റ്റർ ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്കുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ എൻഡ് ചെയ്ത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുന്ന പ്രിപ്പറേഷന്റെ കാര്യങ്ങൾ പറയാം. സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, പുതിയതായി സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ, അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ സ്പെസിഫിക്കലി തരും. നിങ്ങൾ അതിൽ സ്വന്തമായിട്ടുള്ള മോഡിഫിക്കേഷൻ കൂടുതൽ വരുത്താണ്ടിരിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെരി റീസെന്റ് ടൈം ടേബിൾ ജൂണിൽ തീരുന്ന രൂപത്തിൽ ഇട്ടപ്പോൾ ഞാൻ ജൂൺ ജൂലൈയിലേക്കല്ല നോക്കുന്നത്, ഞാൻ അടുത്ത വർഷത്തെ എക്സാമിൽ ആണ് നോക്കുന്നത്. സോ എനിക്കിപ്പോ എത്ര ക്ലാസ് കാണാൻ പറ്റൂല എന്നുള്ള രൂപത്തിൽ പറയാം. ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രിപ്പറേഷന് വെരി സ്ട്രോങ്ലി ഇരിക്കുകയാണെങ്കിൽ അതിൽ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ്. അല്ലാണ്ട് നിങ്ങൾ പാർട്ട്ലി എൻഗേജ് ചെയ്തു, പാർട്ട്ലി വേറെ കാര്യങ്ങൾ ചെയ്തു, എനിക്ക് സ്ലോലേ പഠിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. നമുക്ക് നീറ്റ് കിട്ടാൻ വേണ്ട ഒരു പെർട്ടിക്കുലർ വേ ഓഫ് പ്രിപ്പറേഷൻ, ഒരു പെർട്ടിക്കുലർ സ്പീഡും ഒരു പെർട്ടിക്കുലർ ഹാർഡ്നെസ്സും ഇന്റൻസിറ്റിയും ഒക്കെയാണ്. അത് എത്രയും പെട്ടെന്ന് റീച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ മാത്രമാണ് നമുക്ക് നല്ലൊരു ഹൈ സ്കോറിങ് അല്ലെങ്കിൽ ഹൈ റാങ്ക് നമുക്ക് സ്കോർ ചെയ്ത് വരാൻ പറ്റുക. സോ അതിനു വേണ്ടി നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈം പറയും, ടൈം ടേബിൾ തരുന്നതാണ്. എക്സാം ടൈം ടേബിൾ നമ്മൾ കീപ്പ് ചെയ്യും. നിങ്ങൾക്ക് സജഷൻസ് അയക്കാം, പക്ഷെ അത് നമ്മൾ സ്വന്തം കസ്റ്റമൈസ് ചെയ്ത് വരണം എന്നുള്ള ആഗ്രഹിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, ഫേസ് ടു ഫേസ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സർ ഇത്ര സ്ലോലി ക്ലാസ് പോരാ, അതായത് 4-5 ദിവസം ഗ്യാപ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ ചില സബ്ജക്റ്റിന് ഒരു 8-10 ദിവസം ഗ്യാപ്പ് വരുമ്പോൾ ഇത്ര അധികം ഗ്യാപ്പ് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് പെട്ടെന്ന് ക്ലാസ് തീർക്കണം എന്നുള്ള രൂപത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് ആ ഒരു സമയത്തേക്ക് നീഡായിട്ടുള്ള രൂപത്തിലേക്കാണ് നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. അത് നിങ്ങളായിട്ടുള്ള പേരുടെയും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് നമ്മൾ ഇൻഡിവിജ്വലി നോക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആവും. ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും, പക്ഷെ ആ അവൈലബിൾ ആൾക്ക് അത് ഓക്കെ ആയിരിക്കും, പക്ഷെ മറ്റൊരാൾക്ക് അത് ഡിഫറെന്റ് ടൈം ടേബിൾ ആവും ആവശ്യമില്ല, എനിക്ക് പെട്ടെന്നാണ് തീർക്കേണ്ടത്. സോ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് ടൈം ടേബിൾ പ്രൊവൈഡ്, അത് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് പോവുക. നമുക്ക് കുറഞ്ഞ സമയമുള്ളത് ആ സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ രണ്ടാമത്തെ പീപ്പിൾസ്, ഞാൻ ഇപ്പോഴല്ല 2025 എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഡേറ്റ് പോലും, അത് എന്നാ നടക്കുന്നത്, ഏത് മെത്തേഡ് ഓഫ് എക്സാം ആണ്, ഒന്നും നമുക്കറിയില്ല. സോ അങ്ങനെ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നത് ശരിയല്ല. വേണമെങ്കിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്തോ, കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഡെഫിനറ്റ്ലി തൊട്ടടുത്ത് ഏതാണോ എക്സാം അത് ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് മൂവ് ചെയ്യേണ്ടത്. അതിലിപ്പം ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്കൊന്നും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അങ്ങനെ തന്നെ പോയി കഴിഞ്ഞാലാണ് ദ ബെസ്റ്റ് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. സോ നിങ്ങൾ അടുത്തൊരു എക്സാമിന് വേണ്ടി ഇരിക്കുക എന്നുള്ളത് കാണരുത്. സോ നിങ്ങൾ ബൈ ചാൻസ് ജൂലൈയിൽ എക്സാം കഴിഞ്ഞു, അത് പ്രോപ്പർലി പെർഫോം ചെയ്യാൻ പറ്റില്ല, പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഹറിയിട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി വേറെ ക്ലാസ് കേൾക്കാം. ഫേസ് ഫേസ് സ്റ്റുഡൻസിന് എസ്പെഷ്യലി പറഞ്ഞു, നിങ്ങൾക്ക് വേറെ ഒരു ഗെയിമിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലാസ് ജൂണോടുകൂടി കംപ്ലീറ്റ് ചെയ്യും. ജൂലൈന് നിങ്ങൾക്ക് എക്സാം എഴുതും. ഇനി അത് മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് വീണ്ടും കേൾക്കാം, അല്ലെങ്കിൽ ഇവിടെ മിസ് ആയിരിക്കുന്ന ക്ലാസ് കേൾക്കാം. അപ്പൊ ചില ക്ലാസ് ഓവർഡൻ ആകുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. പ്രൊവൈഡഡ് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ സബ്ജക്റ്റും പഠിക്കുക, അതിന്റെ കൂടെ പെർട്ടിക്കുലർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ നമ്മളെ എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യുക. തേർഡ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് നിങ്ങൾക്ക് പറയാനുള്ളത് അതാണ്. നിങ്ങൾക്ക് ഇപ്പം മൾട്ടിപ്പിൾ എക്സാംസ് അവൈലബിൾ ആവും.
പ്രൈമറി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്കുള്ള എക്സാം നമ്മൾ 23rd ബാച്ചും 27 സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിനുള്ള പ്രിലിമിനറി എക്സാം, അല്ലാതെ റാപ്പിഡ് റിവിഷൻ ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. അത് മാത്രം എഴുതിയിരുന്നാൽ പോരാ. നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പോൾ ഒരു വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന 2024 തന്നെ എക്സാം എഴുതാനുള്ള കുട്ടികളുടെ കൂടെ നിങ്ങൾ എക്സാം എഴുതണം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മാർക്ക് നല്ല കുറവായിരിക്കും, നല്ല അബദ്ധമായിരിക്കും, ഭയങ്കര വിഷമായിരിക്കും. ആ വിഷമൊന്നും കാണണ്ട. നിങ്ങൾ നടക്കാനോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങോ തുടങ്ങിയിട്ടുള്ളൂ. സ്വിമ്മിങ് തുടങ്ങി നന്നായി സ്വിം ചെയ്യുന്ന ഒരാളെ കണ്ടിട്ട് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ മുങ്ങി പോകും, നല്ല മാർക്ക് കുറവായിരിക്കും. അതൊക്കെ നോർമലാണ്, നോർമൽ തിങ് ആണ്. അതുകൊണ്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് തന്നെ അവരെ കൂടെ എല്ലാ എക്സാമും എഴുതുക. ഈ 6 months കൊണ്ട് നമുക്ക് ട്രെയിൻഡ് ആയി വരികയാണ് വേണ്ടത്. അല്ലാണ്ട് നമ്മൾ പഠിച്ചിട്ട് ഇവിടുത്തെ എക്സാമിൽ പെർഫോം ചെയ്തിട്ട് ഇവിടുന്ന് വേറെ വല്ല അവാർഡൊന്നും തരുന്നില്ല. അപ്പൊ ഇവിടുത്തെ എക്സാമിൽ സ്കോർ ബെറ്റർ ആക്കുക എന്നുള്ളതല്ല, എക്സാം എഴുതി എക്സ്പീരിയൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ വളരെ കുറച്ച് കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത്തത്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ 2-3 സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും 23-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നതിലും ഓക്കെയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും പരിചയമില്ലെങ്കിൽ മനസ്സിലാക്കുക, 23rd സ്റ്റാർട്ട് ചെയ്തെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ അടുത്ത 23rd പീഡിയാട്രിക് ക്ലാസ് ആണ്. ഞാൻ പറഞ്ഞുതരാം. ഇതിന് മുന്നേ പീഡിയാട്രിക് ക്ലാസ്സിൽ ഷൺമുഖം പ്രിയ മാഡത്തിന്റെ ക്ലാസ്സോ അല്ലെങ്കിൽ ഇപ്പൊ അത് പറ്റാത്ത ആളുകൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷൺമുഖപ്രിയ അല്ല മാഡം, അതായത് ദിവ്യ മാഡം ക്ലാസ് പറ്റാത്തതുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സിംഗരാമൻ സാറിന്റെ ക്ലാസ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. മസ്റ്റ് ഉള്ള കാര്യമല്ല, നിങ്ങൾക്ക് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ക്ലാസ് യൂട്ടിലൈസ് ചെയ്യാം. സോ ആ ക്ലാസ് കൂടെ ഉപയോഗപ്പെടുത്തുക. ഇനി ഫർദർ ആയിട്ട് വരുന്ന ക്ലാസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്, നമ്മുടെ ഓൺ സ്റ്റുഡൻസിന് അത് ഉപയോഗപ്പെടുത്തുന്നത് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ വരെ ക്ലാസ് നമ്മുടെ കോർഡിനേറ്റേഴ്സിനോട് ഇൻഫോം ചെയ്യുക, നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുക. ആൻഡ് ഓൾസോ ഇപ്പോൾ ജോയിൻ ചെയ്ത ആൾ മനസ്സിലാക്കേണ്ടത് 6 months കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലാസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ എക്സ്ട്രാ പേയ്മെന്റോ ബാക്കി സാധനങ്ങൾ ചെയ്യുന്നല്ല. അത് നിങ്ങൾക്ക് എന്ത് തരുന്നത്, ഇപ്പൊ ക്ലാസ് കട്ട് ചെയ്യാൻ റിലാക്സേഷന് വേണ്ടിയിട്ടല്ല, ഫുൾ ടൈം ഇരുന്ന് പഠിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ ഒരു ഫ്രീ സ്റ്റൈൽ നിങ്ങൾ മുന്നിൽ അവൈലബിൾ ആകുമ്പോൾ നിങ്ങൾ പഠിക്കുന്നത് എത്തായിരിക്കും. അതുകൊണ്ട് ജൂലൈന്റെ ശേഷം നിങ്ങൾ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ജൂലൈന്റെ ശേഷം നിങ്ങൾ ക്ലാസ് കേൾക്കേണ്ടി വരുന്നത് എക്സാം അടിപൊളി എഴുതണം. അതിനുവേണ്ടി ഇപ്പം തന്നെ വെൽ പാക്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് RRT റിവിഷൻ എക്സാം ഉണ്ടായിരിക്കും. ആ എക്സാം നമ്മുടെ എന്താ പറയാ സബ്ജക്ട് വൈസ് റിവിഷൻ എക്സാം ടാർഗറ്റിംഗ് മെയ് ഒരു INACT ഉണ്ട്. പ്രിപ്പറേഷൻ തുടങ്ങാത്ത ആളുകൾ അത് ശ്രദ്ധിക്കണ്ട. ആൾറെഡി പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. കഴിഞ്ഞ നവംബർ INACT ശ്രദ്ധിക്കേണ്ടെന്ന് ചില ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആളുകളൊക്കെ ഇപ്പൊ മെയ് INACT ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ മെയ് INACT ശ്രദ്ധിക്കേണ്ട ആളുകൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ INACTക്ക് കറക്റ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ ടൈം ടേബിളിൽ എക്സാം എഴുതണം. അപ്പൊ എന്താ, പുതിയ സ്റ്റാർട്ട് ചെയ്ത ആളുകൾ അത് എഴുതണോ? നിങ്ങൾക്ക് എഴുതാന്നല്ല, നിങ്ങൾ എഴുതി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് തിങ്. കാരണം നിങ്ങൾ 1 or 2 സബ്ജക്ട്സ് പഠിക്കുന്നതാണെങ്കിലും അത് ഓക്കെയാണ്. ആ എക്സാംസ് എഴുതുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വരും. കാരണം ഇമ്പ്രൂവ്മെന്റ് നമുക്ക് മാർച്ചിലോ ഏപ്രിലോ പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമല്ല. കൺസിസ്റ്റന്റ് ആയിട്ട് എക്സാം എഴുതി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ആ സബ്ജക്ട് നിങ്ങൾക്ക് കിട്ടിയോ കിട്ടിയിട്ടില്ലേ എന്നൊന്നും അവിടെ നോക്കുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, ഏത് എക്സാം വരികയാണെങ്കിലും മെയ് INACT ടാർഗറ്റ് ചെയ്ത് നമ്മൾ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസിന് ഏത് എക്സാം ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾ ഫ്രീ സ്റ്റൈലായി എഴുതുക. അതിന്റെ സ്കോർ ഡിപ്പെൻഡന്റ് അല്ല, അതൊക്കെ നിങ്ങളുടെ പ്രാക്ടീസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് എക്സാം എഴുതുക. പക്ഷെ അതിൽ വരുന്ന സ്കോർ കണ്ടിട്ട് ഡെസ്പ് ആവരുത്. സോ ഞാൻ എന്റെ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന, അതിന്റെ പുതിയ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയാനുള്ള കൺക്ലൂഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിലൊരു പോയിന്റ് ആഡ് ചെയ്യാനുള്ള ഇങ്ങനെ ഉള്ളൂ, നിങ്ങൾ ജൂലൈയിലേക്ക് തന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുക. അതിന് അപ്പുറത്തേക്ക് ടാർഗറ്റ് ചെയ്യുന്നത് നല്ലതല്ല. ആ ജൂലൈ തന്നെ ടാർഗറ്റ് ചെയ്യുക, അതാണ് വെരി ഇനഫ് ആയിട്ടുള്ള ടൈം. അത് ആപ്റ്റ് ആണ്. അതിനു വേണ്ടിയുള്ള ക്ലാസ്സസ് എക്സാംസ് ഒക്കെ ഉണ്ടാവും. പിന്നെ സ്വന്തമായിട്ട് മോഡിഫൈ ചെയ്യാൻ നോക്കരുത്. അത് മോഡിഫൈഡ് ആവില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ കുറെ കർസ്, ഇത് അങ്ങനെ ആയില്ലെങ്കിൽ ശരിയായിരുന്നു, ഇത് ഇങ്ങനെ ആയാൽ ഞാൻ അങ്ങനെ ആക്കിയിരുന്നു. നമ്മളില്ലേ പണ്ട് എന്തെങ്കിലും ബസ്സൊക്കെ മിസ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ട്രെയിൻ മിസ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ആവുമായിരുന്നു, വെറുതെ ചിന്തിച്ചതാണ്, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ടൈം ടേബിളിൽ വെച്ചിട്ട് നടക്കുന്ന കാര്യങ്ങൾ, നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള തിങ്സിൽ നമ്മൾ കുറെ കോൺസെൻട്രേഷൻ കൊടുക്കരുത്. പിന്നെ എല്ലാ എക്സാംസും ക്വസ്റ്റ്യൻ ബാക്ക് പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് സ്പെസിഫിക്കലി നിങ്ങൾക്ക് സ്പെസിഫിക് ടൈമിൽ മീറ്റിംഗ്സ് ഉണ്ട്. ആൻഡ് സ്പെസിഫിക് ടൈമിൽ നിങ്ങൾക്ക് മീറ്റിംഗ്സ് ഉണ്ടായിരിക്കും. ആ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാം. എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം, എത്ര നേരം പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ചെയ്യേണ്ടത് ഓരോ സബ്ജക്ട് വായിക്കാൻ വളരെ സ്ലോയിൽ വായിച്ചിട്ട് കൊണ്ടുപോകരുത്. സ്പീഡിൽ തന്നെ തുടങ്ങുക. നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യില്ല. ഞാൻ ഇപ്പൊ അങ്ങനെ ഫേസ് ടു ഫേസിലെ ലൈവിലെ ക്ലാസ് കേട്ടോണ്ടിരിക്കുള്ളൂ. ഒരു 2 മാസം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ തെറ്റാണ്. അങ്ങനെയല്ല, ഇൻസ്ട്രക്ട് ചെയ്ത പോലെ തന്നെ ചെയ്യുക. നിങ്ങളെ മെന്ററിനെ നിങ്ങൾക്ക് അസൈൻ ചെയ്യും.
അവർക്ക് ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് തരും. ആൻഡ് നെക്സ്റ്റ് മീറ്റിംഗിൽ 1-2 ക്ലാസ്, അതായത് ഇപ്പോഴുള്ള പീഡിയാട്രിക്സും അത് കഴിഞ്ഞ ഓർത്തോ ക്ലാസ് കൂടി കേൾക്കുമ്പോൾ എത്ര സ്പീഡിലാണ് നിങ്ങൾ വായിക്കേണ്ടത്, എത്ര സ്പീഡിലാണ് ക്ലാസ് കേൾക്കേണ്ടത്, അത് കഴിഞ്ഞ് എക്സാമിന് മുന്നേ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, എവിടുന്ന് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ പറയും. എവിടുന്ന് കൺഫ്യൂഷൻ ഒന്നുമില്ല, ഈ ഒരു ആപ്പിൽ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പഠിച്ച് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാന്ന് വിചാരിക്കരുത്. പഠനം തന്നെയാണ് ക്വസ്റ്റ്യൻ ചെയ്യലും എക്സാം. സോ ഇറ്റ്സ് കൺക്ലൂഡഡ്. ആൻഡ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഇനി നമ്മുടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്കുള്ള കുറച്ച് കഷ്ടപ്പാടുകളാണ് പറയാനുള്ളത്. വേണമെങ്കിൽ നിങ്ങൾ ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന കഷ്ടപ്പാടുകളാണ്. പ്രൊവൈഡർ നിങ്ങൾ 2025 മീറ്റിന് ഇരിക്കുമ്പോൾ, കാരണം 2025 മീറ്റ് ആദ്യം ജൂണിലാന്നൊക്കെ പറയും, പിന്നെ അത് മാർച്ചിലേക്ക് മാറ്റും, പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടി മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലത്തെ ട്രാപ്പിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മളെ പുതിയതല്ല, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് സ്റ്റെക്കായി നിൽക്കുന്ന ആളുകൾ അനുഭവപ്പെടുന്ന പ്രധാന പ്രശ്നം, ഞാൻ പണ്ടത്തെ പെർഫോമൻസ് കൊണ്ടുവരാൻ പറ്റുന്നില്ല, പണ്ട് നല്ല ഫ്ലോയിൽ പോയതായിരുന്നു, ഇപ്പൊ പഠിക്കാൻ പറ്റുന്നില്ല, എക്സാം മാറ്റിയിട്ടില്ലായിരുന്നു, എന്ത് നന്നായിരുന്നു എന്നൊക്കെയാണ് ആലോചിക്കുന്നത്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ, നോൺ മോഡിഫൈ, മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവ് അടിക്കുള്ളൂ. അതായത് നിങ്ങൾ എക്സാം ജൂലൈ 7th ജൂലൈ 7th തലേ ദിവസം എക്സാം മാറ്റി കഴിഞ്ഞാൽ എന്താണോ പുതിയ ഡേറ്റ് കിട്ടുന്നത് അതാണ് എക്സാം. അപ്പൊ നമുക്ക് മുന്നിൽ അവൈലബിൾ ആയുള്ള കാര്യത്തിന് വേണ്ടി എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും മാത്രം ആലോചിക്കാം. അല്ലാണ്ട് അതിങ്ങനെ അങ്ങനെ ആയിരുന്നു, അത് എക്സാം കഴിഞ്ഞെങ്കിൽ എന്ത് ഫ്രീ ആയിരുന്നു, എന്റെ കല്യാണം എന്ന് ഉറപ്പിച്ച ഇതേപോലെയുള്ള ആലോചനകൾ നമുക്ക് നെഗറ്റിവിറ്റി മാത്രമേ കൊണ്ടുവരില്ല, അല്ലാണ്ട് ഒരു സിംഗിൾ പോസിറ്റിവിറ്റി പോലും അതിൽ കൊണ്ടുവരില്ല. അതുകൊണ്ട് നിങ്ങളുടെ എക്സാം ജൂലൈ 7th അത് തന്നെ ഫിക്സ്. അതിനു വേണ്ടി ഞാൻ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. രണ്ടാമത്തെ തിങ്, നിങ്ങൾ അത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ ഇപ്പൊ എത്തൂല. അതിന് നമ്മൾ നേരത്തെ റൂളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് 21 days എടുക്കും പഴയ പെർഫോമൻസിൽ എത്താൻ വേണ്ടിയിട്ട്. കാരണം ഇതൊരു ഹാർഡ് ആയിട്ടുള്ള പണി നമ്മൾ ഇങ്ങനെ നമ്മളെ പൊക്കി 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 ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചതാണ്. ആ എത്തിച്ച സ്ഥലത്ത് നിന്ന് രണ്ടാമത് തിരിച്ച് റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതേപോലുള്ള എബോ പെർഫോമൻസ് നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു അവറേജ് പെർഫോമൻസ് തന്നെയാണ്. ആ അവറേജ് പതുക്കെ പിക്ക് ചെയ്തുകൊണ്ട് വരിക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രിപ്പറേഷനിൽ ഡബിൾ പീക്കിംഗ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത് നല്ലൊരു പീക്കിലെത്തി വീണ്ടും ഒരു പീക്കിലെത്തി അങ്ങനെയില്ല. നമ്മൾ സിംഗിൾ പീക്കിംഗ് എത്തേണ്ടത് ജൂലൈ 7th. അപ്പൊ നമ്മൾ സിംഗിൾ പീക്ക് എത്തേണ്ടത് ജൂലൈ 7th. അപ്പൊ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ കൊണ്ടുപോകാം. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്തതുപോലുള്ള ഭയങ്കര ടഫ് ടൈം ടേബിൾസ് ഒന്നും പെടേണ്ട. നമുക്ക് വൈബ് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, വൈബ് കഴിഞ്ഞു. വൈബ് റിവൈസ് ചെയ്യാനുള്ള ടൈം കൂടി നിങ്ങൾ തന്നിട്ട്, വൈബിന്റെ എക്സാം ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ വൈബ് ഞാൻ അറ്റൻഡ് ചെയ്യാത്ത ആളുകളുടെ ഈ വൈബ് ഞാൻ ഇപ്പൊ എന്താ ചെയ്യാമെന്ന് ആലോചിക്കട്ടെ. വൈബ് സബ്ജക്റ്റ് ആണ്, അതിന്റെ ഇമേജസ് ആണ്, അത് നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ചില ആളുകളോട് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ കേൾക്കുന്നത്, വൈബിലൊന്നും ഞാനില്ല, ഈ കളിക്കൊന്നും ഞാനില്ല എന്ന് പറഞ്ഞ് വേറെ എന്താ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ് ആണ്, അതിന് വൈബ് നേരിട്ടേ ഇരിക്കുന്നുള്ളൂ. അതൊരു എക്സാം ആണ്, കണ്ടന്റ് ആണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്. നിങ്ങൾ വൈബ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ആ ബുക്ക് നോക്കി ആ സ്പെസിഫിക് കണ്ടന്റ് നിങ്ങൾ പഠിക്കണം, അത് മസ്റ്റ് ആണ്. സോ നമ്മൾ അതിന് എക്സാംസ് ഇടും, അത് വന്ന് അറ്റൻഡ് ചെയ്യണം. ആ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോട്ട് വായിക്കും വേണം. അത് കുറച്ച് റിലാക്സ് ആയിട്ട് എവിടെയാണ് ഇപ്പം ഇട്ടിരിക്കുന്നത്. വൈബ് അറ്റൻഡ് ചെയ്യാൻ രൂപത്തിലേക്ക് അത് പഠിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ റിവിഷൻ ഷെഡ്യൂൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെയാണ്. റിവിഷൻ കംപ്ലീറ്റ് എക്സാംസ് ഉണ്ട്. കംപ്ലീറ്റ് എക്സാം മസ്റ്റ് ആയിട്ട് ചെയ്താൽ, കംപ്ലീറ്റ് എക്സാം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷന്റെ സ്പീഡ് കൂടുന്ന രൂപത്തിൽ തന്നെയാണ്. ആ പ്രിപ്പറേഷൻ സ്പീഡ് കൂടുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇപ്പൊ 2 സബ്ജക്ട് പഠിക്കാനുണ്ടെങ്കിൽ പണ്ട് ഞാൻ 2 തീർക്കായിരുന്നു, ഇപ്പൊ തീർക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇപ്പൊ പ്രൊവൈഡർ ആയിട്ടുള്ള പണ്ടൊക്കെ 12 hours പെർ ഡേ കിട്ടുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് 8 or 7 or 6 ഒക്കെ കിട്ടുള്ളൂ. 6 ആണ് കിട്ടുന്നെങ്കിൽ 3 and 3 ഡിവൈഡ് ചെയ്യാം. ഈ 3 hours കൊണ്ട് ആ സബ്ജക്റ്റിൽ എന്താണോ വായിക്കാൻ പറ്റുന്നത് അത് വായിച്ച് ആ സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത സബ്ജക്റ്റിലേക്ക് പോവുക. അത് അല്ലാണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു മേജർ മിസ്റ്റേക്ക് എന്താ, കുറച്ച് സബ്ജക്ട്സ് അതിന്റെ പകുതി വരെ നല്ല വൃത്തിക്ക് വായിച്ച് ഇങ്ങനെ കൊണ്ടുപോകും, ബാക്കി 1.5 സബ്ജക്ട് അങ്ങ് വിട്ടേക്കും, എന്നിട്ട് പോയി എക്സാം ചെയ്തു. അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു സിംഗിൾ ഏരിയ കുറെ ടൈം എടുത്ത് വായിക്കരുത്. നിങ്ങൾക്ക് അവൈലബിൾ ആയ ടൈം, അതായത് നിങ്ങൾ അവൈലബിൾ ആയത് ചിലപ്പോൾ ഒരു ഡേയിൽ 12 hours 6 അവൈലബിൾ ആണെന്ന് വെക്കുക. 6 അവൈലബിൾ ആണ്, 6-നുസരിച്ച് നിങ്ങൾ പഠിക്കണം. 3 ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതെങ്കിൽ, അതായത് മടി പിടിച്ചത് കാരണം രണ്ടാമത്തെ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്, ആ 3 hours കൊണ്ട് ആ സബ്ജക്ട് എങ്ങനെയാണോ തീർക്കാൻ പറ്റുന്നത് A to Z തന്നെ അയക്കുക. A to Z 2 രൂപ തീർക്കുക. ABCDEFGHIJKLMNP അങ്ങനെ പോയി സെറ്റിലെത്താം. ABCD സ്കിപ്പ് ചെയ്യുന്നു, EF LMNP ഒന്നും നോക്കുന്നില്ല, XYZ എത്തുന്നു. ഇങ്ങനെ പോകുന്നുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മൈൻഡിൽ അറ്റ്ലീസ്റ്റ് മാപ്ഡ് ആയിട്ട് നമ്മൾ ഏത് ഏരിയ സ്കിപ്പ് ചെയ്തത്. നമുക്ക് റെറ്റിനിന്റെ ഏരിയ കുറച്ച് അറിയാം, ഇൻഫെക്ഷൻസിന്റെ ആ ഏരിയ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്, കാറ്ററാക്റ്റിന്റെ ഏരിയ ഞാൻ കംപ്ലീറ്റ് ആണ്, കൺജങ്ക്റ്റിവിറ്റിസ് നോക്കിയതാണ്. ഇങ്ങനെ ഒരു ഐഡിയ മാപ്പ് കിട്ടും. ദാറ്റ് ഇസ് ഓൾസോ വെരി ഗുഡ്. അടുത്ത റിവിഷൻ അത് ഭയങ്കരമായിട്ട് ഓർഗുമെന്റ് ചെയ്യും. സോ
നിങ്ങൾ റീസ്റ്റാർട്ടിങ് സിൻഡ്രോത്തിലോ അല്ലെങ്കിൽ റീസ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ആക്സെപ്റ്റിംഗ് ചെയ്യുകയാണ്. എല്ലാവരും ഇതേ സോണിലാണ്. എല്ലാവരും ഈക്വൽ ഫേസിൽ വരെ അവരോണ്ടിരിക്കുമ്പോൾ നമ്മൾ ദുഃഖിക്കുന്നതിൽ കാര്യമില്ല. നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തും പവർ കട്ടായി, ആർക്കും കറണ്ട് ഇല്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈക്വൽ ആണ് അതിന് വിഷമം വരിക. അപ്പൊ അതുകൊണ്ട് വിഷമിച്ചിരിക്കാൻ, നെഗറ്റീവ് അടിക്കുക എന്നുള്ളത് ആൾവേസ്. നെഗറ്റീവ് പഠിക്കാൻ ആക്ച്വലി നെഗറ്റീവ് പഠിക്കാനുള്ള തിങ് അവിടെ ഉണ്ട്. പിന്നെ അതിനൊരു ചേഞ്ച് ഉണ്ടാകും. നമ്മൾക്ക് എന്തെങ്കിലും പുതിയതായി ചെയ്യണ്ടേ? നെഗറ്റീവ് അടിക്കാൻ എല്ലാവർക്കും പറ്റും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നെഗറ്റീവ് അടിക്കേണ്ടത് എങ്ങനെയെങ്കിലും പോസിറ്റീവ് ആക്കാൻ നോക്കുക. കാരണം അന്ന് എക്സാം നടത്തിയിട്ടുണ്ടെങ്കിൽ വേറെ കുറെ പഠിച്ച ആളുകൾ ചെയ്യുമായിരുന്നു. ആക്ച്വലി അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എക്സാം നടത്തിയിട്ടുണ്ടെങ്കിൽ റിയലി ഹാർഡ് വർക്കിംഗ്, പെർസിസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഈ സമയം യൂട്ടിലൈസ് ചെയ്യാം. മാറുന്ന, അതായത് ചേഞ്ചിങ് അറ്റ്മോസ്ഫിയറിൽ കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കുക. കാരണം ഇതാണ് എപ്പോഴും ആളുകളെ സക്സസ് ചെയ്യിക്കുക. ഇപ്പൊ കോവിഡ് സമയത്ത് പുതിയ പല കാര്യങ്ങളും വന്നു. എപ്പോഴും അങ്ങനെ ഉണ്ടാവും. അത് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഡൗൺ ആയി. ചേഞ്ചിങ് അറ്റ്മോസ്ഫിയറിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പിന്നെ എക്സലന്റ് ആയ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾ കാരണം ഒന്നും ആയിട്ട് ആരും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ് വരാൻ പോകുന്നത്. കോമ്പറ്റീഷൻ കൂടുകയാണ് എന്നല്ല പറയേണ്ടത്. കുറെ നന്നായി പഠിച്ചിരിക്കുന്ന ആളുകൾ ഡൗൺ ആയി പോകും. പിന്നെ അത്ര സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ച പല ആളുകളുടെയും പ്രശ്നങ്ങൾ അവർ ഡൗൺ ആവുന്നുള്ളതല്ല. അതായത് ഇപ്പം കുറച്ച് സമയമാണ് കിട്ടിയതെങ്കിൽ കുറച്ചുകൂടി നല്ല വിവരമുള്ള ആളുകൾ മാത്രം കയറി. ഇതിപ്പോ പഠിച്ച് ആരാണോ നന്നായി പ്രാക്ടീസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഫേവർ ചെയ്യുന്ന രൂപത്തിലേക്ക് അവർ റിസൾട്ട് പോവാം. സോ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. നെഗറ്റിവിറ്റി മാക്സിമം ഒഴിവാക്കുക. ഒഴിവാക്കാൻ നല്ല നെഗറ്റീവ് വേണ്ട. അവൈലബിൾ ആയ ടൈം എന്താ പറയാ, നിങ്ങൾ കണ്ടുപിടിക്കുക. അവൈലബിൾ ആയിട്ടുള്ള ടൈം ചുരുക്കി എടുക്കുക. ആ ചുരുക്കി എടുത്ത ടൈമിൽ എന്താണോ ഒരു സബ്ജക്റ്റ് അവൈലബിൾ ആവുന്നത് അത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അത് 2-3 സബ്ജക്റ്റ് ആണ്, അതിൽ സ്പ്ലിറ്റ് ചെയ്യുക. അത് A to Z വായിക്കുന്നത് പോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വായിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള 70-30 പ്രപ്പോർഷൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഉപയോഗിക്കുക. വളരെ സിമ്പിൾ. കുറച്ച് കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളോട് കുറെ സമയം വായിക്കണമെന്ന് പറഞ്ഞില്ല. ഡെയിലി 5 മണിക്കൂർ വായിക്കാൻ പറ്റുന്നത്, പഠിക്കാൻ പറ്റുന്നത് 5 മണിക്കൂർ മതി. അത് 2 സബ്ജക്റ്റ് ആണ് ഇപ്പോൾ എക്സാം നടന്നുകൊണ്ട് അത് സ്പ്ലിറ്റ് ചെയ്യാൻ 2-2.5 മണിക്കൂർക്ക് അറ്റ്ലീസ്റ്റ് 6 hours ഇരിക്കും. ഇനി ആരെങ്കിലും 12 hours 10 hours ഇരിക്കുന്നുണ്ടെങ്കിൽ നേരെ കൊണ്ടുപോയി ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് 6 hours ഇരിക്കണ്ട. അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ സമാധാനത്തിൽ പറഞ്ഞത് അത് അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയ ടൈം സ്പ്ലിറ്റ് ചെയ്യുക. ആ അവൈലബിൾ ആയ ടൈമിൽ നേരത്തെ വായിച്ചതുപോലുള്ള ഇന്റൻസീവ് ആയി ഫുൾ ഏരിയ ഇങ്ങനെ അടിച്ച് കൊണ്ടുപോകുന്ന രൂപത്തിൽ എല്ലാ കാര്യം സ്ക്രീൻ സ്വൈപ്പായി വരുന്ന രൂപത്തിലേക്ക് വായിക്കണമെന്നില്ല. അവൈലബിൾ ആയിട്ടുള്ള പോയിന്റ് പിക്ക് ചെയ്ത് വായിക്കുക. ക്വസ്റ്റ്യൻ ചെയ്യുന്നത് 70-30 കീപ്പ് ചെയ്യുക. ആൻഡ് വൈബ് അടക്കമുള്ള എല്ലാ എക്സാംസും ഇമേജ് ബേസ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ RRT ആയിരിക്കുമ്പോൾ നമ്മളെ പുതിയ തുടങ്ങിയ പിള്ളേരുണ്ട് അവരൊക്കെ ഞെട്ടിക്കുക. കാരണം നിങ്ങൾക്ക് അറിയാം തുടങ്ങുന്ന സമയത്ത് ഞാൻ എങ്ങനെ ആയിരുന്നു. ആ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യാം, ആ പിള്ളേരെ കൂടെ RRT എഴുതിയിട്ട് ഓരോ മാനസികമായി തളർത്തുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുക. കാരണം അവരിങ്ങനെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഒരു ഓർത്തോ ക്ലാസ് അല്ലെങ്കിൽ ഇപ്പം പീഡിയാട്രിക്സിന്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. പീഡിയാട്രിക് ക്ലാസ് നാളെ മറ്റന്നാളൊക്കെ RRT എലിസബത്തും സുനിലൊക്കെ എക്സാം ഇടുന്ന സമയത്ത് ഈ പുതിയ പിള്ളേര് ഒരു 10-20 ക്വസ്റ്റ്യൻ എഴുതാൻ വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ പഠിച്ച ആളുകൾ ചിലപ്പോൾ ഫുൾ ശരിയാക്കി ഒരു മാനസികമായിട്ടൊക്കെ തളർത്താൻ നോക്കുക. അപ്പൊ അത് നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടും. എന്നിട്ട് അവരോട് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, കുറച്ച് കഴിഞ്ഞിട്ടാണ് ശരിയായി വരിക എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. പിന്നെ എനിക്ക് സന്തോഷമുള്ള കാര്യം ആക്ച്വലി പണ്ടത്തെ ഒരു കഥയിലുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു കടവിലേക്ക് തോണി കിടക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ ആള് കടവിലേക്ക് നന്നായി എത്തിക്കൂലായിരുന്നു. അപ്പൊ അയാൾ മരിച്ചു പോയപ്പോ അയാൾ മോനോട് പറഞ്ഞു, എന്റെ ചീത്ത കേൾപ്പിക്കരുത് ആളുകളോട്. അപ്പൊ അതിന്റെ മോൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ചുകൂടി ബാക്ക് കൊണ്ടുപോയി നിർത്തി. അപ്പൊ എല്ലാവരും പറയാൻ തുടങ്ങി അയാളെ ഫാദർ നല്ല ആളായിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഫസ്റ്റ് കഴിഞ്ഞ ബാച്ച് വളരെ നന്നായിരുന്നു എനിക്ക് തോന്നുന്നത്. കാരണം അവർ ക്ലാസ് കൂടുതൽ വേണം. നമ്മൾ ഷെഡ്യൂൾ ഇട്ടിട്ട് ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ പറഞ്ഞത് ഗ്യാപ്പ് വേണ്ട സാർ, ക്ലാസ് അടുത്തടുത്ത് വെക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ ക്ലാസ് ഞാൻ കൊണ്ട് 6 മാസം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അടുത്തടുത്ത് വെച്ചു. കാരണം മാർച്ചിലാണല്ലോ അന്ന് എക്സാം ഉണ്ടായിരുന്നത്. റിലാക്സ് ചെയ്ത് പോയതായിരുന്നു. അപ്പൊ എല്ലാവർക്കും അന്ന് ക്ലാസ് അടുത്ത് വേണം എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് 6 മാസത്തിൽ പാക്ക് ചെയ്ത് കൊടുത്ത സമയത്ത് ഇത്ര അടുത്തടുത്ത് ക്ലാസ് വേണ്ട എന്നുള്ള രൂപത്തിലാണ് പറയാൻ പറ്റുന്നത്. അപ്പം ഈ സെക്കൻഡ് ബാച്ചിനേക്കാളും ബെറ്റർ എനിക്ക് തോന്നിയത് ഫസ്റ്റ് ബാച്ച് ആയി എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ള ഒരു നല്ല കാര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഭയങ്കര enthusiastic ആയിരുന്നു. ആ enthusiasm ഇപ്പൊ മാക്സിമം മുതലെടുക്കുക. മെയ് INSET ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ബാച്ചിനോട് പറഞ്ഞ രൂപത്തിൽ തന്നെ കാര്യം പറഞ്ഞു. മെയ് INSET അത് ഒരിക്കലും വിട്ടുകൊടുക്കരുത്. അതിൽ അടിപൊളിയായിട്ട് എഴുതുക. ഇപ്പൊ ഇരുന്ന് മെയ് INSET കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എക്സാം മാറ്റി വെച്ച് എന്നുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല. ശരിക്കും ഇരുന്ന് വർക്ക് ചെയ്യും. നവംബർ INSET ഞാൻ നിങ്ങളോട് വ്യക്തമായി പറഞ്ഞിരുന്നു, അത് ഫോക്കസ് ചെയ്യണ്ട. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞതാണ്. കാരണം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് മെജോറിറ്റി ആളുകൾ എന്താ പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി സ്പെസിഫിക് ആയിട്ട് കുറച്ച് കുട്ടികൾ ഉണ്ടെങ്കിൽ അവരോട് പോയിട്ട് മാത്രം മെസ്സേജ് അയച്ചോ കോൾ ചെയ്തോ പറഞ്ഞാൽ മതി. അപ്പൊ കോമൺ ആയിട്ട് എന്താ പറയാനുള്ളത് അന്ന് പറഞ്ഞു. ഇപ്പം വളരെ ക്ലിയർ ആയിട്ട് കോമൺ ആയിട്ട് പറയുന്നു, മെയ് INSET നിങ്ങൾക്കുള്ളതാണ്. പ്രിപ്പയർ ചെയ്യുക. കുറെ ആളുകൾ പ്രിപ്പയർ ചെയ്യുന്നത് വിചാരിച്ച് തെറ്റിദ്ധരിച്ചിരിക്കണ്ട. അങ്ങനെയില്ല.
നിങ്ങൾ ഹാർഡ്ലി അതിന് ട്രൈ ചെയ്യുക. അതിന്റെ ടെസ്റ്റ് സീരീസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ടെസ്റ്റ് സീരീസിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കാണിക്കാം. അതില് അവിടെ ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ടെസ്റ്റ് സീരീസ്. ഒന്നും കൂടി ആഡ് ചെയ്യാം. ഈ ടെസ്റ്റ് സീരീസ് എന്ത് ചെയ്യാം, വളരെ ടൈംലി തന്നെ കാര്യങ്ങൾ ആഡ് ചെയ്യാം. മീൻസ് വർക്ക് ചെയ്യുക. ഇതിപ്പോ 6 മന്തിൽ കോഴ്സിലുള്ള ടെസ്റ്റ് സീരീസ് ആണ്. ഇതാണ് നിങ്ങൾ എക്സാം എഴുതിയിട്ട് നമ്മുടെ പുതിയ എഴുതുന്ന പിള്ളേരെ പീഡിപ്പിക്കാനുള്ള എക്സാം. ഇതാണ് 6 മന്തിലെ സബ്ജക്ട് വൈസ് എക്സാം. പിന്നെ ഇതാണ് നിങ്ങൾക്ക് വൈബും അതിന് ശേഷമുള്ള എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എഴുതാനുള്ള വൈബ് ഉണ്ട്, അതിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇത് കാര്യമായിട്ട് മറ്റേ ഇത് തേർഡ് ഫെബ്രുവരി ഓൺവേർഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സബ്ജക്ട് വൈസ് എക്സാം 3 സബ്ജക്ട്സ് കമ്പൈൻ ചെയ്ത് വരും. അപ്പോഴേക്കും നിങ്ങൾ വാമപ്പ് ആയിട്ട് വെള്ളത്തിണ്ടാവും. ഇപ്പം കുറച്ച് മടി പിടിച്ചിരിക്കുന്നത് ഓക്കെയാണ്. അത് മറികടക്കാനുള്ള സാധനം എന്താ, എനിക്ക് ഇത്രേ പഠിക്കാൻ പറ്റും എന്ന് ഫിക്സ് ചെയ്യുക. ആ ഫിക്സ് ചെയ്ത് 2 സബ്ജക്ട് ഡിവൈഡ് ചെയ്യുക. ഈ 2 സബ്ജക്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആക്ച്വലി 3 hours കൊണ്ട് സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്ത് അത് മറിച്ച് വെക്കാൻ നോക്കുമ്പോൾ നമ്മുടെ മൈൻഡ് പറ്റില്ല. നേരത്തെ നമ്മൾ വിചാരിച്ചിരുന്ന 6 hours പഠിക്കുന്നത് ഓട്ടോമാറ്റിക്കലി 8 hours 9 hours ആയി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രീ ഡിസൈഡ് ചെയ്യുക. ലോവസ്റ്റ് ടൈം യു ആർ ഹാവിംഗ് പ്രീ ഡിസൈഡ് ചെയ്യുക. ആ ടൈം ഡിസൈഡ് ചെയ്തതനുസരിച്ച് സബ്ജക്ട് സ്പ്ലിറ്റ് ചെയ്യാം. അത് 2-3 സബ്ജക്ട് സ്പ്ലിറ്റ് ചെയ്യാം. 70-30 പ്രൊപ്പോർഷൻ. ഒരു സബ്ജക്ട് 3 hours അല്ലെങ്കിൽ 4 hours പഠിക്കുന്നെങ്കിൽ 70-30, അതായത് 3 hours നിങ്ങൾ വായന 1 hour അറ്റ്ലീസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാനും സ്പെൻഡ് ചെയ്തിരിക്കണം. അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. ചില ആളുകൾ ഫാസ്റ്റ് ട്രാക്ക് TND എടുത്തിട്ടുണ്ട്. TNDന്റെ ടൈം ടേബിൾ അനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകുക. TND എടുത്തിരിക്കുന്നത് പുതിയ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഓൾറെഡി ഉള്ള ഇൻഫർമേഷൻ ഒരു ഡേറ്റ് സ്പെസിഫിക് ആയിട്ട് സബ്ജക്ട് തീർത്ത് പോകുക എന്നുള്ളതാണ്. അതിന്റെ റെക്കോർഡിംഗ് ഒക്കെ അവൈലബിൾ ആവും. റെക്കോർഡിംഗ് എടുത്ത് കണ്ടിങ്ങനെ എൻട്രി ചെയ്ത് കൊണ്ടുവരണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് കംപ്ലീറ്റ് ചെയ്യാനും അത് ഷെഡ്യൂൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു എന്താ പറയുക ഒരു വെപ്പണാണ്, അല്ലെങ്കിൽ അത് കൊണ്ടുപോകാനുള്ള ഷെഡ്യൂളാണ്. അത് ആ ടൈം ബോണ്ടഡ് ആയിട്ട് ലൈവ്ലി ക്ലാസ് തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത്ര മാത്രം വേണ്ടിയിട്ടാണ് ആ ഫാസ്റ്റ് ട്രാക്ക് TND യൂസ് ചെയ്യേണ്ടത്. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഫാസ്റ്റ് ട്രാക്ക് TND ജോയിൻ ചെയ്ത ആളുകളുണ്ട്. ഇത് ഞാൻ ആരും കമ്പൽഷൻ പറയാറില്ല, കാരണം എല്ലാവർക്കും അഫോർഡബിൾ അല്ല. അഫോർഡ് ചെയ്ത ആളുകൾ എടുക്കുക, ഇപ്പോഴുള്ള ക്ലാസ് കേൾക്കുക, അത് ഫോളോ അപ്പ് എടുത്ത് ഫർദറിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പിന്നെ ഫൈനൽ വേർഡ്, നിങ്ങൾ ആരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നീറ്റ് PG വളരെ സിമ്പിൾ ആണ്. വെറുതെ കിട്ടിലേക്ക് കുറച്ചധികം പണിയുണ്ട്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് എന്നല്ല, അല്ലാണ്ട് ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും പറ്റുന്ന സാധനം ഞാൻ പറയാറുണ്ട്. അതിന്റെ അടുത്ത് ഞാൻ സിമ്പിളാന്ന് പറഞ്ഞിട്ടില്ല, എടാ അത് എല്ലാവർക്കും പറ്റുന്നതാണ്, കുറച്ച് പണി എടുക്കണം എന്നുള്ളൂ. ആ പണി എന്നുള്ളത് ഞാൻ അപ്പൊ ഡിഫൈൻ ചെയ്ത് പറഞ്ഞുതരാം. കുറച്ചധികം തന്നെ ഉണ്ട്. ചില ആളുകൾ അതിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ചങ്ങ് വർക്ക് ചെയ്യുമ്പോൾ കിട്ടും. അങ്ങനെയല്ല, നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എന്താ പറയാ മണി പ്രോപ്പർലി ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ആപ്പ് അത് ഇത് വാങ്ങിക്കാനല്ലാതെ പ്രോപ്പർലി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫ് ടൈം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. PG എടുത്ത് അല്ലെങ്കിൽ ഒരു PG കോച്ചിങ് കഴിഞ്ഞിട്ട് ഒരു ഡോക്ടറും അയ്യോ പാവായിട്ട് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ റീസെന്റ് നമ്മുടെ കിട്ടാണ്ട പോയ, ഇപ്പൊ ഒരു പേര് പറയുന്നത് ശരിയാണോ അറിയില്ല, നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ ഇവിടെ വന്ന് താമസിച്ച കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് ആൻഡ് ആ വർഷം എഴുതി കിട്ടിയില്ല, ഭയങ്കര വിഷമത്തിലായിരുന്നു. അതിന്റെ 6 മാസം കഴിഞ്ഞിട്ട് ഒരു എക്സാം എഴുതി 20,000 സംതിങ് 25,000 അത് കഴിഞ്ഞ് അന്ന് ഫാമിലി മെഡിസിൻ എടുത്തതാണ്. ഫാമിലി മെഡിസിൻ എടുത്തു, ഭയങ്കരമായി ഉഷാറായി, കുറെ കോൺഫറൻസിന് പോകുന്ന കണ്ടു, ഈ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങി. അന്ന് ഭയങ്കര ക്ലാഷ് ആയിരുന്നു, ഒന്നും കിട്ടുന്നില്ല, ശരിയാവുന്നില്ല. അങ്ങനെ കഴിഞ്ഞപ്പോ റീസെന്റ് അതിന് PSC എഴുതി, PSC കിട്ടി, അടിപൊളിയായി പ്ലേസ്ഡ് ആയി എന്ന് പറഞ്ഞു റീസെന്റ് മെസ്സേജ്. ഉണ്ടായ സന്തോഷം എന്താ വെച്ചാൽ അന്നൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് അയ്യോ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ ഇതിലൂടെ ഈ കോഴിക്കോട് നമ്മുടെ വാട്ടിയ സെന്ററിന്റെ കൂടെ വെറുതെ നടന്നു പോയ ആൾക്കാരാ ഇപ്പൊ അടിപൊളി റിച്ച് എന്ന് പറഞ്ഞാൽ ഇമോഷണലി ആൻഡ് അവരെ അക്കാഡമിക്കലി റിച്ച് പേഴ്സൺസ് ആയിട്ട്, എക്കണോമിക്കലി ആയിരിക്കും റിച്ച് പേഴ്സൺസ് ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. സോ ഇപ്പൊ ഉള്ള ആ എന്താ പറയാ പട്ടി ജീവിതം, എന്തായാലും പറയാം, ആട് ജീവിതം ഒന്നും നിങ്ങൾ നോക്കണ്ട. ഇപ്പൊ ഇങ്ങനൊക്കെ ആയിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ അടിപൊളിയാവും. അങ്ങനെ അടിപൊളി ആവുന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് കഷ്ടപ്പെടണം, അതിന് വേണ്ടിയുള്ള കഷ്ടപ്പാട് ചെയ്യുക. നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. കഷ്ടപ്പെടാതെ കുറച്ച് റെസ്റ്റ് എടുത്തിരുന്നോ, നിങ്ങൾക്ക് മെയ് ILCT ജൂലൈ നീറ്റൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് മാർക്കിലായിരിക്കും. കഷ്ടപ്പെട്ടോ അതിന് ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. ഔട്ട്പുട്ട് വലുതാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറുതല്ല, രണ്ടും വലുതാണ്. കഷ്ടപ്പാടും വലുതാണ്, ഔട്ട്പുട്ടും വലുതാണ്. സോ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൺ ടൈം തന്നെ ഞാൻ മീറ്റിംഗ് എൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് വലിയ പരാതിയാണ്, ഞാൻ കുറേ നേരം മീറ്റിംഗ് പോകുന്നത്. അതുകൊണ്ട് മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത് പ്രൊവൈഡർ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്ലീസ് ചേഞ്ച് മാക്സിമം പാർട്ടിസിപ്പന്റ് നമ്പർ ഫ്രം 100. സോ മാക്സിമം പാർട്ടിസിപ്പന്റ് നമ്പർ 100 സ്റ്റെക്ക് ആണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. സോ ഞാൻ അവർക്ക് റെക്കോർഡിംഗ് പ്രൊവൈഡ് ചെയ്യാം. ഡെഫിനറ്റ്ലി നമുക്ക് സാധാരണ 450
350 ഒക്കെ പാർട്ടിസിപ്പൻസ് റെഗുലർലി മീറ്റിംഗ് വരുന്നതാണ്, അവർക്ക് കയറാൻ പറ്റില്ല. ഞാൻ അറിഞ്ഞില്ലേ, ഇപ്പോഴാണ് മെസ്സേജ് കണ്ടത്. സോ അത് ഡെഫിനറ്റ്ലി റെക്കോർഡിംഗ് പ്രൊവൈഡ് ചെയ്യുക. ഇതിന് ഇനീഷ്യൽ ടൈം ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു. വളരെ ഷോർട്ട് ആയിട്ടുള്ള മീറ്റിംഗ്, ഷോർട്ട് പീരീഡിൽ അനൗൺസ് ചെയ്ത മീറ്റിംഗ് ആയതുകൊണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്തത്. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് നമുക്ക് പറയാനുള്ളത് ഇപ്പൊ ഇത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ട് പഠിക്കാം വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു PG സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ, അത് ചെറിയതൊന്നല്ല, അതിൻ്റെതായ ഗ്ലോറിഫിക്കേഷൻ. കയറി കഴിഞ്ഞ ആൾക്കാർ ഫസ്റ്റ് ഇയർ എത്തിക്കഴിഞ്ഞാൽ ഞാനൊക്കെ പറഞ്ഞു കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, എനിക്കിത് പറ്റുന്നില്ല എന്നൊക്കെ പറയാറില്ലേ. മറ്റേ MA യൂസുഫ് അലിന്റെ മോനോ അല്ലെ MA യൂസുഫ് അലി ഒക്കെ പറയുന്നത് പോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ ബിസിനസ് മാനേജ് ചെയ്യാന്ന് പറഞ്ഞ തലവേദന. അതൊരു രസമുള്ള തലവേദനയാണ്. അതേമാതിരി അതൊരു രസമുള്ള കഷ്ടപ്പാടാണ്. അതുകൊണ്ട് രസമില്ലാത്ത ഈ കഷ്ടപ്പെടുന്നവർ നല്ല ഫസ്റ്റ് ഇയർ PG ആയിട്ട് കഷ്ടപ്പെടുന്നത് കുറച്ചുകൂടി നല്ലതാണ്. അതുകൊണ്ട് അതിനെ കുറിച്ചൊക്കെ ആലോചിക്കുക, എന്നിട്ട് ഇരുന്ന് നോക്കുക. ഈവൻ കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിനൊരു എന്താ പറയാ, ഒരു നല്ല വശമുണ്ട്. അതിന് വേണ്ടി ഇരിക്കുക. ഇപ്പം വർക്ക് ചെയ്ത് കുറച്ച് കാശ് ഉണ്ടാക്കുക എന്നൊന്നും വേണ്ട. അതുകൂടി പറഞ്ഞു നമ്മളോട് അല്ലെ. അതായത് കുറച്ച് ആളുകൾ ഇപ്പം വർക്ക് ചെയ്യാം, കുറച്ച് ബ്രേക്ക് എടുക്കാം, പിന്നെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. നല്ല ലെവലിൽ പഠിച്ച് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഒരാൾ പോലും ഇപ്പൊ നന്നായി പഠിക്കുന്നില്ല എന്ന് ഞാൻ സന്തോഷ വാർത്ത അറിയിച്ചുതരാം. അങ്ങനെ കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാവില്ല, എന്നാൽ ഞാൻ മാത്രം പഠിക്കാന്നുള്ള ചിന്ത ഉണ്ടാവും. നിങ്ങൾ വെറുതെ ഇരിക്കാൻ വേണ്ടിയല്ല, ഒരാൾ പോലും തൊട്ട് മുന്നേ പോസ്റ്റ്പോൺമെന്റിന് മുന്നേ പഠിച്ചതുപോലെ ഇപ്പൊ ആർക്കും പഠിക്കാൻ പറ്റില്ല. 100% ഞാൻ ഗ്യാരണ്ടി തരാം. സോ ഇന്ന് മുതൽ അതിന് തുടങ്ങാം. ഞാൻ ഇന്ന് മുതൽ എല്ലാ സ്റ്റുഡൻസിനും പുഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ഗ്രൂപ്പിലും ബാക്കിയുള്ളതിലൊക്കെ. അപ്പൊ അവരൊക്കെ പഠിച്ചു തുടങ്ങും ഇന്ന് മുതൽ. അപ്പൊ ഇന്ന് മുതൽ അതിന് വേണ്ടിയുള്ള പണ്ടത്തെ പോലെ ആക്കരുത്, ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങാം. ഇനി എന്തെങ്കിലും ചെറിയ ജോബോ കാര്യങ്ങളോ ചെറിയ ഡ്യൂട്ടി ഒക്കെ എടുത്താൽ അതൊക്കെ ഒഴിവാക്കി രണ്ടാമത് പഠിക്കായിരിക്കും. ചില ആളുകളോടൊക്കെ ഡ്യൂട്ടി ഞാൻ പോകാൻ പറഞ്ഞിരുന്നു. കാരണം പോയില്ലെങ്കിൽ ഇവിടുന്ന് ആലോചിക്കും പോയാൽ മതിയായിരുന്നു ആലോചിക്കും. പോയിക്കുമ്പോൾ മനസ്സിലാവും അവിടെ പഠനമൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് അതൊക്കെ തിരിച്ചു ഒഴിവാക്കി പോരാ. ചില ആളുകൾ മാത്രം കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവര് കുറച്ച് 1.5 വർഷമൊക്കെ ഇന്ന് പഠിക്കുന്ന ആളുകൾ, 1 വർഷത്തിന് മേലൊക്കെ, അവരോട് കുറച്ച് ദിവസം കൂടി കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇങ്ങനെ പഠിക്കാത്തതിന്റെ വിഷമം കൂടി വന്നിട്ട് പെട്ടെന്ന് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് ആളുകൾ മാത്രം ഇപ്പൊ പഠിച്ചാൽ മതി. ബാക്കിയുള്ള പഠിക്കാതിരുന്നാൽ മതി. ബാക്കിയുള്ള ആളുകളൊക്കെ അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പൊ എല്ലാവരും ഉഷാറാക്കുക, അടിപൊളിയാക്കുക, പഠിക്കാം. നമുക്ക് ഉടനെ തന്നെ നെക്സ്റ്റ് മീറ്റിംഗും നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, ഉഷാറാക്കുക. ഇനി അതർ ക്വസ്റ്റ്യൻസ് ആർക്കും വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല തന്നെ വിചാരിക്കുന്നത്. ഞാൻ എന്നെ പറഞ്ഞതുപോലെ 15 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. നോ അതർ ക്വസ്റ്റ്യൻസ്, റൈറ്റ്? ബൈ ബൈ, ഗുഡ് നൈറ്റ്.